കേരളീയത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ധാരാളം ന്യൂ ഇമിഗ്രൻസ് ദിവസം തോറും വരുന്ന ഒരു രാജ്യമാണ് കാനഡ അല്ലേ. പൊതുവെ എല്ലാവരും ഇവിടെ വരുമ്പോൾ ആദ്യം എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് എവിടെ പോകണമെങ്കിലും, കാനഡ അത്രയും വലിയൊരു രാജ്യം, എവിടെ പോകണമെങ്കിലും ഇപ്പോൾ വണ്ടി കൂടാതെ അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ആശ്രയിച്ച് എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് വിചാരിച്ചാൽ പകുതി സമയത്ത് നടക്കില്ല. കാരണം ചില ഏരിയയിലേക്കുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് സർവീസസ് നല്ലതല്ല. ഇപ്പോൾ സ്വന്തമായിട്ട് വണ്ടി ഓടിക്കണമെങ്കിൽ നമ്മൾ കരുതും കനേഡിയൻ ലൈസൻസ് എടുക്കണം, അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ കാനഡയിൽ അത്രയ്ക്ക് കുറച്ച് വർഷങ്ങളായിട്ട് അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്നൊക്കെ വരുവാണെങ്കിൽ തന്നെ അവിടെ നിന്നോ അല്ലെങ്കിൽ വേറെ ഏത് രാജ്യത്ത് നിന്ന് വന്നാലും ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ നമുക്ക് റെൻ്റ് കാർ ഉപയോഗിക്കാം, അത് ഓടിക്കാൻ സാധിക്കുന്നതാണ്. അവിടെ നിന്ന് ഡ്രൈവിംഗ് അബ്സ്ട്രാക്റ്റ് കൊണ്ടുവരികയാണെങ്കിൽ G1 കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം, നമുക്ക് ഉടനെ തന്നെ G2 എടുക്കാം. ഇല്ലെങ്കിൽ എനിക്കൊന്ന് 6 or 8 months വെയിറ്റിംഗ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു വർഷം വെയിറ്റ് ചെയ്തതിന് ശേഷമേ പിന്നെ G2 G ഒക്കെ എടുക്കാൻ സാധിക്കുള്ളൂ. ഇത് നമുക്ക് ഒരുമിച്ച് എടുക്കാം നാട്ടിൽ നിന്ന് ഡ്രൈവിംഗ് അബ്സ്ട്രാക്റ്റ് കൊണ്ടുവരികയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഡ്രൈവിംഗ് ഇവിടെ ഒരു പ്രശ്നമല്ല, കാരണം നമുക്ക് നമ്മുടേതായ കംഫർട്ടബിളിൽ നമുക്ക് ഓടിക്കാൻ സാധിക്കും. പക്ഷേ ഒരേ ഒരു റൂളേ ഉള്ളൂ പ്രശ്നം. കാരണം നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഓഫ് ഡ്രൈവിംഗ് ഇവിടെ ഇറക്കുവാണെങ്കിൽ നമുക്കറിയാമല്ലോ എന്താ സാധിക്കുന്നത്. ഇവിടുത്തെ റൂൾസൊക്കെ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആണ്. നമുക്ക് ചിലപ്പോൾ ലൈസൻസ് സസ്പെൻഡ് ആവാം, ഇല്ലെങ്കിൽ ടിക്കറ്റ് കിട്ടാം, പോയിൻറ്റ്സ് പോവാം, അങ്ങനെ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ഒരു ഡിസിപ്ലിൻഡ് ഡ്രൈവിംഗ് ഫോളോ ചെയ്യാമെങ്കിൽ നമുക്ക് ഏത് നാട്ടിൽ നിന്ന് വരുന്നവർക്കും ഡ്രൈവ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഏതൊരു നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ജോലി, ഇപ്പോൾ ഏതൊരു ഓക്യുപ്പേഷനിൽ നിന്ന് വരുന്ന ആളുകൾക്കും ഇവിടെ ഏത് ടൈപ്പ് ജോലി ചെയ്താലും അവിടെ അതിൻ്റേതായ റെസ്പെക്റ്റും കിട്ടും. അപ്പോൾ അങ്ങനെ രണ്ട് കാര്യങ്ങൾ കൊണ്ട് തന്നെ കാനഡയിലെ ആ ഒരു കൾച്ചർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം എന്തായാലും കേരളീയത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ്. നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് സെഗ്മെൻറ്റ് നാട്ടരങ്ങം. നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ സമ്മർ സമയമാണല്ലേ. അപ്പോൾ ഏറ്റവും കുറച്ച് കിട്ടുന്നത് അല്ലെങ്കിൽ ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റി എല്ലാവരും ഇറങ്ങിത്തിരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമ്മർ മന്ത്സ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സ്കൂളുകളൊക്കെ അടച്ചിരിക്കുകയാണ് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പല അസോസിയേഷനുകളും പല കമ്മ്യൂണിറ്റികളും ഇപ്പോൾ പിക്നിക്കും ഫാമിലി ഗെറ്റ് ടുഗെദറും ഒക്കെ ആഘോഷിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ ശ്രീനാരായണ അസോസിയേഷനും ഈ അടുത്തിടെ അതുപോലൊരു ഫാമിലി പിക്നിക് നടത്തുകയുണ്ട്. അവരെല്ലാ വർഷവും നടത്തുന്നതാണ്. ഒരു പാർക്കിൽ ഇങ്ങനെ നടത്തുകയും പല ഫാമിലിയായിട്ട് എല്ലാവരുമായിട്ട് ഒത്തുചേരാൻ പറ്റുന്നതും ഗെയിംസും ഒക്കെ ആയിട്ട് ഒരു എന്താ പറയുക ഒരു കൂട്ടായ്മ. നമ്മൾ പ്രത്യേകിച്ച് അന്യനാട്ടിൽ നിന്നൊക്കെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇതുപോലെയുള്ളൊരു ചെറിയ ചെറിയ കൂട്ടായ്മകൾ എന്നും നമുക്ക് മനസ്സിലൊരു സന്തോഷം തരുന്ന ഒന്നാണ് അല്ലേ. എല്ലാവരുമായിട്ട് ചേർന്ന് ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പം സമ്മറൊക്കെ എൻജോയ് ചെയ്ത് പിക്നിക് ആഘോഷിക്കുന്ന SNAയുടെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് അടുത്തതായി കാണാം. SNAയുടെ സമ്മർ പിക്നിക്കാണ്, ഫാമിലി പിക്നിക്കാണ് ഇവിടെ നടക്കുന്നത്. എല്ലാ വർഷവും വളരെ ഭംഗിയായി നടക്കുന്ന ഒരു ആനുവൽ ഇവൻ്റാണ് ഇത്. ഞങ്ങൾ ഒരുപാട് വർഷമായിട്ട് കുട്ടികൾ പ്രത്യേകിച്ചും ലുക്കിംഗ് ഫോർവേഡ് ചെയ്യുന്ന ഒരു ഇവൻ്റാണ്. ഒരുപാട് ഗെയിംസും ഫണ്ണും ഫാമിലി ഗെറ്റ് ടുഗെദർ എന്നുള്ള രീതിയിൽ നടക്കുന്ന ഒരു ഇവൻ്റാണ്. ഇവിടെ ഇപ്പം നടക്കുമ്പോൾ ഇവിടെ ഫുഡിന് ലൈവ് ദോശ, ബിരിയാണി, സോ മെനി ഗെയിംസ് പ്ലാൻ ഫോർ ദ ഡേ. ഇന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലാവസ്ഥ മോശമാണെങ്കിൽ കൂടി ഇവിടെ നല്ലൊരു ക്രൗഡ് വന്നിട്ടുണ്ട്. SNAയുടെ ഒരുപാട് ഇവൻറ്റ്സിൻ്റെ കൂട്ടത്തിൽ വൺ ഓഫ് ദ മേജർ ഇവൻറ്റ്സ് പിക്നിക്കാണ്. പിന്നെ ഞങ്ങൾ എല്ലാ വർഷവും ഒരുപാട് ടോക്ക് ഷോസ്, ട്രീ പ്ലാന്റിങ്, ഡിസംബർ ആകുമ്പോൾ ഒരു ഹോളിഡേ ഗെറ്റ് ടുഗെദർ, അതും ഇതുപോലെ തന്നെ ഒരു ഫൺ ആക്ടിവിറ്റി ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഹോളിഡേ ഗെറ്റ് ടുഗെദറാണ്. അങ്ങനെയുള്ള ഒരു വർഷത്തിൽ വളരെ എല്ലാ മാസങ്ങളിലും ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു സ്കെഡ്യൂളാണ് SNA എല്ലാ വർഷവും ചെയ്യുന്നത്. ബേസിക്കലി ഇത് ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ പോലെയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരും വന്ന് ഫുഡ് ഉണ്ടാകും, ഗെയിംസ് ഉണ്ടായിരിക്കും, പിന്നെ കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാനും. ഇപ്പോൾ തന്നെ ഇത്തവണ കുറേ പുതിയ സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാനും മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യാനും ഒക്കെയുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഡ്യൂറിങ് ദ പിക്നിക് ആണ് എല്ലാവരും കൈൻഡ് ഓഫ് ലെറ്റ് ലൂസ് ആൻഡ് എൻജോയ് ദ ഡേ. ഇത്തവണ വേൾഡ് കപ്പ് ഫൈനലിൻ്റെ ഡേയും കൂടെ ആയതുകൊണ്ട് ഞങ്ങൾ ലൈവായിട്ട് സ്ട്രീം ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലും കൂടെയാണ് എല്ലാവരും അതും എൻജോയ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ എല്ലാ കൊല്ലവും വരും ഈ പിക്നിക്കിന്. ഞങ്ങളിവിടെ വന്നിട്ട് 13 വർഷമായി. എല്ലാ പിക്നിക്കിലും ഞങ്ങൾ മിസ് ചെയ്യാതെ വരാറുണ്ട്.
അതിന് ഈ SNA ഓർഗനൈസേഷൻ്റെ സീനിയർ ഷമിത എപ്പോഴും ഇനീഷ്യേറ്റീവ് എടുത്ത് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്ത് ഞങ്ങളത് ടൈമിൽ വരാറുണ്ട്. ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ നാട്ടിലെ ഒരു അറ്റ്മോസ്ഫിയർ പോലെയാണ്. ഫാമിലിയായിട്ടൊക്കെ പരിചയപ്പെടാൻ പറ്റും, നമുക്ക് ഒത്തിരി റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റും ഇത്. പിന്നെ നല്ല ഫുഡാണ്, നല്ല ഗെയിംസും ഓർഗനൈസ് ചെയ്യാറുണ്ട്. നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പിക്നിക്കാണ്. വൺസ് ഇൻ എ ലൈഫ് ടൈം നമുക്ക് ഈ കാനഡയിൽ വന്നിട്ട് ഇതൊരു ബ്രേക്കപ്പാണ്. എനിക്കും അത് തന്നെ പറയാനുള്ളത്, പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളിപ്പോൾ ഉള്ളത് SNAയുടെ പിക്നിക്കിലാണ് 2024. ആക്ച്വലി പിക്നിക് എനിക്ക് എപ്പോഴും ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഏറ്റവും കൂടുതൽ സോഷ്യലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇവൻ്റാണ് പിക്നിക്. നമ്മളിപ്പം വിഷു, ക്രിസ്മസ് ഇങ്ങനത്തെ പരിപാടികൾക്ക് പോവുകയാണെങ്കിൽ നമ്മളിപ്പോൾ പ്രോഗ്രാം കണ്ടിട്ട് വി കനോട്ട് ആക്ച്വലി സോഷ്യലൈസ് മച്ച്. ബട്ട് എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിക്നിക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഗെയിംസും ഇതൊക്കെ ആയിട്ട് കുറച്ചും കൂടി ആൾക്കാർ ഇൻഡെപ്ത് അറിയാനുള്ളൊരു നല്ലൊരു അവസരമാണ്. ആൻഡ് SNAയുടെ 20ാമത്തെ വർഷമാണ്. ആൻഡ് ഡേ 1 മുതൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ആൻഡ് ഇന്ന് വെതർ അത്ര നല്ല കോപ്പറേറ്റീവ് അല്ലെങ്കിലും ഇത്രയും ആൾക്കാർ വന്നു. ആൻഡ് ഇറ്റ്സ് എ റിയലി ഗുഡ് ഇത് പാർക്കാണ്. എൻ്റെ അവിടെ എല്ലാവരും എൻജോയ് ചെയ്ത് ലൈവ് തട്ടുകടമാർ ലൈവ് ദോശയും ഇതൊക്കെ ആയിട്ട് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ എം റിയലി എൻജോയിങ് ദാറ്റ് വൺ. ആൻഡ് വന്നിരിക്കുന്ന എല്ലാവർക്കും പിന്നിൽ എൻ്റെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, വന്നിരിക്കുന്ന എല്ലാവരും വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട്. ആൻഡ് വരും കാലങ്ങളിലും SNA തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. ഇന്നും മഴ ആയിട്ട് കൂടി ഇത്രയും ആൾക്കാർ നമ്മളെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 60-70ഓളം ആൾക്കാർ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പം മഴയായിട്ട് കൂടി ഇത്രയും അവർ വരുന്നത് തന്നെ SNAയുടെ പിക്നിക്കിൻ്റെ എന്താ പറയുക, എല്ലാ വർഷവും സക്സസ്ഫുള്ളായി നടത്തുന്നതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ്. ലോങ് വീക്കെൻഡായിട്ട് എല്ലാവർക്കും ഒരു ഫൺ ഫിൽഡ് ടൈം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അനദർ മേജർ ഇവൻ്റ് എന്ന് പറയുന്നത് ഓണമാണ്. അത് നമ്മൾ ഓഗസ്റ്റ് 25 സൺഡേയിലാണ് സ്കെഡ്യൂൾ ചെയ്തേക്കുന്നത്. അതിന് അനാപ്ലിസ് ഹാളിലാണ് സ്കെഡ്യൂൾ ചെയ്തേക്കുന്നത്. വെന്യൂ അതാണ്. ഓൾമോസ്റ്റ് നമ്മളൊരു 1000 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റിയാണ്. അതിൽ എന്തെല്ലാം കലാപരിപാടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ എല്ലാ കലാപരിപാടികളും ഒരുവിധം നമ്മൾ സാമ്പിൾ തിരുവാതിര എല്ലാ കാര്യങ്ങളും ഉണ്ട്. ക്ലാസിക്കൽ ഡാൻസസ് അങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെ അതിനു പുറമെ ഇന്ത്യയുടെ ഒരു നല്ല ക്ലാസിക്കൽ നൃത്തമായ കഥക്ക്, പിന്നെ വളരെ ഹൈ പവർ ഹൈ എനർജി ഭംഗ്ര, അതിൽ നിന്ന് നമ്മൾ അന്താരാഷ്ട്ര ലെവലിലോട്ട് ഉള്ള കലാപരിപാടികളുണ്ട്. ആഫ്രിക്കൻ ഡ്രംസ്, വളരെ എല്ലാവരെയും എനർജറ്റിക് ആക്കുന്ന ആഫ്രിക്കൻ ഡ്രംസ്, ചൈനീസ് ഡാൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വിപുലമായ ഒരു ഓണമാണ് ഓഗസ്റ്റ് 25 സൺഡേ അനാപ്ലിസ് ഹാൾ മിസിസാഗയിൽ വെച്ച് നടത്താൻ SNA ഉദ്ദേശിക്കുന്നത്. പിന്നെ എല്ലാ വർഷത്തെയും പോലെ നല്ലൊരു സദ്യയുണ്ട്. എല്ലാവരും അതിൽ പങ്കുചേരാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ വളരെ നേരത്തെയാണ് നമ്മൾ ചെയ്തിരുന്നത്. ഓഗസ്റ്റ് 25 സ്പോൺസേഴ്സിൻ്റെ ഹെൽപ്പോടുകൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. മനോജ് കറാത്തയാണ് ഞങ്ങളുടെ മെഗാ സ്പോൺസർ. എല്ലാവരെയും ഓഗസ്റ്റ് 25 ഉള്ള ഓണത്തിലേക്ക് SNAയുടെ ഓണത്തിലേക്ക് ക്ഷണിക്കുകയാണ്.